ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലെ ശ്രീകാര്യം ജംഗ്ഷനിലാണുള്ളത്. ശ്രീകാര്യം ജംഗ്ഷനിൽ നിർണായകമായിട്ടുള്ള, അതായത് കഴിഞ്ഞ LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം, അത് ശ്രീകാര്യം ഫ്ലൈ ഓവറിന്റെ പണികൾക്ക് തുടക്കമായി എന്നുള്ളതായിരുന്നു. അതിന്റെ സർവീസ് റോഡിന്റെ പ്രവർത്തനം കൂടി, നിർമ്മാണം കൂടി, സർവീസ് റോഡ് ഇന്നിപ്പോൾ ടാർ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. അങ്ങയുടെ തന്നെ മണ്ഡലത്തിലെ നിർണായകമായിട്ടുള്ള പ്രവൃത്തിക്ക് കൂടിയാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. എത്രത്തോളം ഒരു സന്തോഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ ശ്രീകാര്യം നഗരത്തിന്റെ കവാടമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരികയാണ്. ആ ഫ്ലൈ ഓവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ വരാൻ വേണ്ടി പോകുന്ന മെട്രോ കൂടെ കടന്നു പോകത്തക്ക തരത്തിലുള്ള സംവിധാനത്തോടു കൂടിയാണ് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം നടക്കുന്നത്. ആ ഫ്ലൈ ഓവറിന്റെ ആദ്യഘട്ട പ്രവർത്തനമാണ് ഒരു ഭാഗം പൂർത്തീകരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 5.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗതാഗതത്തിന് ഒരു തടസ്സം ഉണ്ടാകാത്ത തരത്തിൽ ഫ്ലൈ ഓവറിന്റെ ഭാവി പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ 5.5 മീറ്ററിലെ പണി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് തന്നെ പൂർത്തീകരിക്കും. അതിനപ്പുറത്തുള്ള പണി 2 ആഴ്ച കൂടെ വേണ്ടി വരും എല്ലാം തീർന്നു കിട്ടാനായിട്ട്. അങ്ങനെ ഒരു 2-3 ആഴ്ചക്കകത്ത് ഈ 2 സർവീസ് റോഡുകളും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടെയുള്ള ഗതാഗതക്കുരുക്കിനും പരിഹാരം ഉണ്ടാകും. ആളുകൾക്ക് അതുവഴി അങ്ങോട്ട് പോകുന്ന കൊല്ലം ഭാഗത്തേക്ക് പോകുന്നവർക്ക് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റും. തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്നവർക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ജംഗ്ഷനിൽ അല്പ ട്രാഫിക്കിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും അതോടുകൂടി തന്നെ ഈ പണികൾ ചെയ്യുന്നതിനും യാതൊരു വിഷമം ഉണ്ടാവില്ല. ആ നിലയിൽ വളരെ സന്തോഷമാണ്. നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ഈ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത്. അതെ, പ്രത്യേകിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം, യാത്രാ ക്ലേശത്തിന്റെ കാര്യത്തിൽ തന്നെ വലിയൊരു പരിഹാരമാകുന്ന ഒരു പദ്ധതി കൂടിയാണ്. അതാണ് ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ കൂടിയാണ് അതിന്റെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഈ തെരഞ്ഞെടുപ്പിലടക്കം അതിൽ ജനങ്ങൾ എങ്ങനെയാണ്, ജനങ്ങൾ അവരോട് എത്തുമ്പോഴത്തേക്ക് അവരെന്തൊക്കെയാണ് പറയുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ? യഥാർത്ഥത്തില് ജനങ്ങൾ അവരുടെ നേർക്കാഴ്ചയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവർ കണ്ടിട്ടുണ്ട്, അവർ അനുഭവിക്കുന്നുണ്ട്, അവർ തൊട്ടറിയുന്നുണ്ട്. അതുകൊണ്ട് വികസന കാര്യത്തിൽ നമ്മുടെ 140 മണ്ഡലങ്ങളിലും നടന്നതുപോലെയും അല്പം അധികവും നടന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി. ഇവിടെ നമുക്കറിയാം, ടെക്നോ പാർക്ക് കൂടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്താണ് വരുന്നത്. 75,000 പുതിയ ചെറുപ്പക്കാരാണ് ടെക്നോ പാർക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജോലി ലഭ്യമായത്. അപ്പോൾ ആ നിലയിലുള്ള വലിയ മാറ്റം, എല്ലാ അർത്ഥത്തിലുമുള്ള മാറ്റം വന്നിട്ടുണ്ട്. ആകെ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ എൻ്റെ ഒരു കഠിന പരിശ്രമത്തിന് പരിസമാപ്തിയാകാൻ വേണ്ടി പോവാണ്. ഒരു 2 മാസത്തിനകത്ത് നമ്മുടെ കാസ്റ്റ് അയൺ പൈപ്പ് ലൈൻ, ഈ 8.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാസ്റ്റ് അയൺ പൈപ്പ് ലൈൻ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ വാട്ടർ ടാങ്കിൽ, മൺവിളയിലെ വാട്ടർ ടാങ്കിൽ എത്തിച്ചേരും. ഇപ്പുറത്തത് അവിടെ ലയോളയിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിലും പോകണം. അതുപോലെ തന്നെ പുതുകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ 3 വാട്ടർ ടാങ്കിലും വെള്ളം നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ മണ്ഡലത്തിലെ 4-5 വാർഡുകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുള്ളൂ. അത് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് കഴിഞ്ഞ 8-10 വർഷക്കാലം പല പല തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നീക്കി ഇപ്പോൾ ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. അതുകൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ പിന്നെ വികസനത്തിൻ്റെതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിക്കുന്നില്ലെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും, ഭരണ തുടർച്ചയ്ക്ക് അത് ഇടയാക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ? എല്ലാവരും പറയുന്നുണ്ട് 3ാമത് പിണറായി ഗവൺമെന്റ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്ന ആളുകൾ എല്ലാവരും. കക്ഷി രാഷ്ട്രീയമൊന്നും അതിനകത്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ വികസനം തുടരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നാട് 10 വർഷം കൊണ്ട് വല്ലാതെ മാറിയിരിക്കുന്നു. ആ മാറ്റം തുടരണം. ഒരിക്കലും അതിന് ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകരുത്, അത് പിന്നോട്ട് പോകരുത് എന്ന് എല്ലാ വിഭാഗം ആളുകളും ആഗ്രഹിക്കും. വിശേഷിച്ച് യൂത്തിന്റെ ആഗ്രഹം അതാണ്. അപ്പോൾ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് സജീവമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. കാരണം ഈ മണ്ഡലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച അത് ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇവിടുത്തെ സിറ്റിംഗ് MLAയും അതോടൊപ്പം തന്നെ നിയുക്ത സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷാജിദ് അലി ഫാത്തിമയ്ക്കൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.